ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ്. ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണിത്. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവർഷാശംസകൾ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. തണുപ്പ് കാരണം വെളിച്ചെണ്ണ കട്ട പിടിച്ചു പോയി. ചൂട് തട്ടുമ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അടുത്തതായി 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും നെയ്യും കൂടി ചേർത്താൽ നമ്മുടെ റൈസിന് നല്ല ഒരു ഫ്ലേവർ കിട്ടും. ഞാൻ തയ്യാറാക്കുന്നത് കോക്കനട്ട് റൈസാണ്. ഇത് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം സ്ലോ ആയിട്ട് വേണം വെക്കാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കടുക് പൊട്ടി വന്നു. അടുത്തതായി 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 വറ്റൽമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്തതിന് ശേഷം അടുത്തതായി ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിൽ പച്ചമുളക് മാത്രമാണ് എരിവിന് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ എരിവുള്ള 3 പച്ചമുളക് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അടുത്തതായി 1 ടീസ്പൂൺ കാഷ്യൂ നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്കൊക്കെ നിലക്കടല വളരെ ഇഷ്ടമാണ്, റോസ്റ്റ് ചെയ്ത് വെച്ച നിലക്കടല. അതുകൊണ്ട് ആണ് ഞാൻ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ചിരകി വെച്ച തേങ്ങ. 1 കപ്പ് ചിരകി വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കപ്പിലാണ് ഞാൻ റൈസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതേ അളവിൽ തന്നെയാണ് തേങ്ങയും ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ തേങ്ങയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ തേങ്ങാച്ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങയുടെ കളർ ചേഞ്ച് ആവാതെ ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് റൈസിന് 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ കൂടിയാൽ സാരമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ കുറഞ്ഞത് 1/2 കപ്പ് തേങ്ങയെങ്കിലും എടുക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ റൈസിന് ഒരു ഫ്ലേവർ കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ എല്ലാ സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ടിട്ട് വേവിപ്പിച്ചെടുത്തതാണ്. ഒരു 3/4 വേവ് വെന്ത് വന്നാൽ മാത്രം മതി നമ്മുടെ റൈസിന്. പിന്നെ ഈ മിക്സിയിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തെടുക്കാം. 1 കപ്പ് ബാസ്മതി റൈസാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് കുക്ക് ചെയ്തപ്പോൾ ഏകദേശം 3 കപ്പ് റൈസ് കിട്ടിയിട്ടുണ്ട്. ഒരു 3/4 വേവ് ആയതിനു ശേഷം ചോറ് വേവിപ്പിച്ച റൈസ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അധികം റൈസ് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചോറ് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു 3/4 വേവ് ആയതിനു ശേഷം വെള്ളം ഊറ്റി റൈസ് തണിയാനായിട്ട് മാറ്റി വെക്കേണ്ടത്. ഇതിനി ഈ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് എല്ലാ സൈഡും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണിത്. ബാക്കി വന്ന ചോറൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം. ഇതിന് കറികളൊന്നും വേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്.
ഫ്രൈ ഐറ്റംസിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെണ്ടക്ക ഫ്രൈ, ബ്രിഞ്ചൽ ഫ്രൈ എന്നിവയുടെ കൂടെയൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റൈസ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്